ആയൂർ അഗമൺ സ്വദേശി ചെല്ലമ്മയാണ്. ചെല്ലമ്മ ഈ മാസം 13-നാണ് വീണ് പരിക്കേൽക്കുന്നത്. തുടയലിന് പൊട്ടലാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് കൂലിവേലക്കാരനായ മകനാണ് ഒപ്പമുള്ളത്. മകനടക്കമുള്ളവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ഇത് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ അപകടമുണ്ടാകുന്നു, ഒരു വീണ് അപകടമുണ്ടാകുന്നു. തുടർന്ന് പുനലൂരാണ് കൊണ്ടുപോകുന്നത്. എന്തായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി നടപടി? ആയൂർ ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ പുനലൂർ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിനകത്ത് പുനലൂർ കൊണ്ടുവന്നു. പുനലൂർ കൊണ്ടു ചെന്നിട്ട് നമ്മളെ കാഷ്വാലിറ്റി കയറ്റിയിട്ട് നമ്മളൊരു ഡോക്ടർ വന്ന് പരിശോധിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഡ്യൂട്ടിയിലിരുന്ന ഡോക്ടർ എഴുതി തന്നിട്ട് പറഞ്ഞു നിങ്ങൾ അർജൻറ്റ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. അവിടെ നേരെ റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് വിടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ഏതാണ്ട് ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം കാഷ്വാലിറ്റി കയറ്റി. പിന്നെ അവിടെ എക്സ്റേ ആയി. അന്നേരം ഞങ്ങളുടെ കയ്യിൽ തുച്ഛമായ പൈസകളും കാര്യങ്ങളും ഉള്ളായിരുന്നു. ജോലി എന്താ? എനിക്ക് കൂലിപ്പണിയാണ് ജോലി, കിണറിൻ്റെ പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന ഉടനെ പിന്നെ ECG ആയി, എക്സ്റേ ആയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ എഴുതി തന്നു. അതെല്ലാം ഞങ്ങൾ പിന്നെ അവിടെ ചെയ്യേണ്ടി വന്നു. അതിന് ഒരുപാട് പൈസ കാഷ്വാലിറ്റി. അവിടെയാണോ അടയ്ക്കേണ്ടി വന്നത്? അത് പുറത്താണ്? കാഷ്വാലിറ്റിയിൽ ആദ്യം അടച്ച് പിന്നെ എല്ലാം പിന്നെയും കൊണ്ടുവന്ന് കാഷ്വാലിറ്റി തന്നെ അടയ്ക്കുന്നത്. മേളിൽ നിന്ന് എഴുതി തരും. നമ്മളിവിടെ കൊണ്ടുവന്ന് ഓരോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായാലും മറ്റുള്ള കാര്യത്തിനായാലും എല്ലാത്തിനും നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. ഇഞ്ചക്ഷനായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം എഴുതി തരും. അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് എടുക്കാൻ അവിടെ നിന്ന് തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു? നിർദ്ദേശിക്കുന്നവർ നമുക്ക് എഴുതി തരികയല്ലേ. അതാണ്ട് ഇവിടെ നിന്ന് എടുക്കണമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഈ ഫിറ്റിംഗ് സാധനം എടുക്കാൻ പിന്നെ ഭഗവതി മെഡിക്കലിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അത് ഡോക്ടറാണ് പറഞ്ഞു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. അതെ അദ്ദേഹം പറഞ്ഞു ഭഗവതി മെഡിക്കലിൽ പോയി എടുക്കണമെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഈ സാധനങ്ങൾ ലഭിക്കില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. അതിനെക്കുറിച്ച് അവർ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് പുതുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞു. അന്നേരം നമ്മുടെ അവസ്ഥ ഇവിടെ പറഞ്ഞില്ലേ? അവസ്ഥ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൂപ്രണ്ട് ഓഫീസിൽ 3 പ്രാവശ്യം പോയി. അവിടെ സൂപ്രണ്ട് ഓഫീസിൻ്റെ അടുത്തിരിക്കുന്ന മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കമ്പി എടുക്കാനുള്ള പൈസ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സുഹൃത്തം പദ്ധതിയിലോ ഏതെങ്കിലും വകുപ്പിൽ ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണം. അപ്പോൾ ആ വകുപ്പുകളില്ല. അമ്മയ്ക്ക് 85 വയസ്സായിപ്പോയി, നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു പദ്ധതി പറഞ്ഞായിരുന്നു. അത് ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസർ പേഷ്യൻറ്റിനും ഹാർട്ട് പേഷ്യൻറ്റിനും മാത്രമേ എഴുതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ഡോക്ടറെ അടുത്ത് കേസ് ഇടേണ്ടത് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊന്നും എഴുതി ഒപ്പിട്ടതാണ്, അത്രയും ഞങ്ങൾ നിരപരാധികളെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതിന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ സൂപ്രണ്ട് ഡയറക്റ്റ് ചെയ്ത് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സൂപ്രണ്ട് അടുത്ത് ചെല്ലുകയും അവിടെ ഇരിക്കുന്ന ഒരു മാഡം പറയുന്നത് നമുക്ക് ആ പദ്ധതി ഇല്ല, പിന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എന്നാണ് എത്തിയത്? 13-ാം തീയതി രാത്രി. 13-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പുനലൂരിൽ നിന്ന് നേരെ 13-ാം തീയതി തന്നെ ചെല്ലുന്നു. എന്നാണ് ശസ്ത്രക്രിയ കഴിഞ്ഞത്? ശസ്ത്രക്രിയ കഴിഞ്ഞത് ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ കറക്റ്റ് ഡേറ്റ് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞു? ഒരു 10 ദിവസമായി. 10 ദിവസം കഴിഞ്ഞു. എന്താണ് ഇത് വൈകിയെന്ന് കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞില്ല. ആരോഗ്യ പ്രശ്നമൊക്കെ വന്നത് ഡോക്ടർ പറഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും മറ്റു ആരോഗ്യ പ്രശ്നമുണ്ടോ? ഷുഗർ കാര്യങ്ങളൊന്നുമില്ല. ഷുഗർ പ്രശ്നം, ആരോഗ്യ പ്രശ്നം അവർ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മളെടുത്ത് പറഞ്ഞു. ദിവസം ഡിസ്ചാർജ് പേപ്പർ ഏതാണ്ട് അതിനകത്തുണ്ട്. അതിനകത്ത് ഓപ്പറേഷൻ ഡേറ്റ് ഉണ്ട് കാര്യങ്ങൾ. ഓക്കെ. ഡിസ്ചാർജ് ചെയ്യുന്നത് 25-ാം തീയതി ആണല്ലേ? അപ്പം ഈ അവിടെ നിന്ന് മരുന്ന് ഏതെങ്കിലും തിരികെ വല്ലതും ഉണ്ടായിരുന്നു? ഒന്നും തന്നിട്ടില്ല. തന്നെന്ന് പറഞ്ഞാൽ അവിടെ അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടും. അത് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അത് തന്നെ, അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാനുള്ള നിർദ്ദേശം നേഴ്സാണോ പറഞ്ഞത്? തരും. അത് ഇന്നടുത്ത് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞില്ല. ഈ പിന്നെ ഫിറ്റിംഗ് ചെയ്യുന്നത് മാത്രം ഭഗവതി മെഡിക്കലിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞു, അല്ലാതെ വേറെ ബാക്കിയെല്ലാം പുറത്തുനിന്ന് തന്നെ മേടിച്ചു കൊടുത്തു. എത്ര രൂപ ചിലവായി ചേട്ടാ? എത്രയും എൻ്റെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയ എല്ലാം കൂടെ ഒരു 85 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവുണ്ട്. ഇവിടുന്ന് ഞാൻ പോയ കൂട്ടി മെഡിക്കൽ കടം മേടിച്ചതാണ്. എല്ലാം കടം മേടിച്ചത്. അവർ ഇപ്പോഴും താണ്ട് ഒരാളെ ഞാൻ പൈസ മേടിച്ച് വെച്ചേക്കുക. നാളെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇവിടെ ചെക്കപ്പിന് ആൾ വരും, എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആംബുലൻസ് വിളിച്ചോണം കൊണ്ടുപോയി. ഇവിടെ സിസ്റ്റർ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഡ്രസ്സ് ചെയ്യിക്കും. അപ്പോൾ ഈ അണ്ണാ നഴ്സിംഗ് ഹോമിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി അത് സ്റ്റിച്ച് എടുക്കണം. ഇപ്പോഴും ഞാൻ ഒരാളെ പോയി പൈസ മേടിച്ചുകൊണ്ടായിരുന്നു. എല്ലാം കടം മേടിച്ചതാണ്. എൻ്റെ കയ്യിൽ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു. ബാക്കി എല്ലാം പലിശയ്ക്ക് മേടിച്ചാണ് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴും എന്നെപ്പോലുള്ള രോഗികൾ അത്രയും അവിടെ അനുഭവിക്കുന്നുണ്ട്. ഈ 28-ാം വാർഡിൽ ആണുങ്ങൾ കിടക്കുന്ന വാർഡിലും പെണ്ണുങ്ങൾ കിടക്കുന്ന വാർഡിലും അത്രയും ബുദ്ധിമുട്ടുന്ന രോഗികൾ അവിടെ ഉണ്ട് ഇപ്പോഴും. ഞാൻ ആ 10 ദിവസം ഞാൻ അവിടെ നിന്ന് എത്ര പേർക്ക് ഞാൻ സഹായം ചെയ്തെന്ന് പറയും. എന്നെ പൈസ കൊണ്ടല്ല, ആളായിട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ SIT കിടക്കുന്നൊരു കുഞ്ഞിന് ഞാനും എൻ്റെ അനിയനും കൂടി ഞങ്ങൾ ബ്ലഡും കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അത്ര സഹായം ചെയ്യും. ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളാണോ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവർ വേറൊന്നും പറയുന്നത്, നിങ്ങൾ നമുക്ക് എഴുതി തരുന്ന സാധനം പോയി വാങ്ങിക്കാൻ പറയുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓരോ എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ അമ്മയുടെ കാര്യം മാത്രം, അതേപോലെയുള്ള
നെയ്യാറ്റിൻകരയുള്ളൊരമ്മ, അവർക്ക് മക്കളില്ല, മറ്റുള്ളവരില്ല. അവരെ ഇതേപോലെ ഓപ്പറേഷൻ നീട്ടി കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് അവരെ ഓപ്പറേഷൻ ചെയ്തു. അവരും പൈസ കൊടുത്ത് തന്നെ സാധനം വാങ്ങിയത്. അവരും ഇതേപോലെ എൻ്റെ അമ്മയെ പോലെ 70 വയസ്സുള്ളൊരു അമ്മയാണ്. പണം വാങ്ങി നമ്മൾ തന്നെ സാധനം മേടിച്ചു കൊടുത്താൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ എന്ത് പറയുന്നത്? അല്ലാതെ ഞാൻ എന്താ പറയുന്നത്? നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ നമുക്കിത് ചെയ്യുന്നത്. അല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോക്ടർമാർക്കാർക്കും നമ്മൾ 10 പൈസ കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ഓക്കെ ആയില്ല. ഓക്കെ അവനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുത്തും കാര്യങ്ങളൊക്കെ. ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്നതൊക്കെ ഇതൊക്കെ മേടിച്ച് വാക്കർ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാട്ടർ ബെഡ് അടക്കം മേടിച്ചു. വാട്ടർ ബെഡ് മേടിച്ച് തണ്ട് ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇത് കാല് ഇതിനകത്തെല്ലാം ചെറിയ ഇത് ഇങ്ങനെ കിടന്ന് പൊട്ടിയതാണ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ കിടന്ന് ആ സൈഡ് പൊട്ടലുണ്ട്. അതാ ചെറുതായിട്ട് തൊലികളായി. ഈ ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഈ ഇത്രയും ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴൊക്കെ? അവരൊന്നും പറഞ്ഞില്ല. നിങ്ങൾ സർജറിക്കുള്ള സാധനം മേടിയൊരു എന്നേ പറഞ്ഞോളൂ. അല്ലാതെ ഇന്നപ്പം വെള്ളിയാഴ്ച സർജറി ചെയ്യാം, സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് താണ്ടെ അത് എൻ്റെ ഇരിപ്പുണ്ട്. താണ്ടെ ഭഗവതി മെഡിക്കലിലേക്ക് ഈ സാധനമാണ് മേടിക്കാൻ തന്നത്. ഈ 8 ഐറ്റം സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആദ്യം പോയി എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ബില്ലടിക്കാനായിട്ട് അവിടെ ടോട്ടൽ കണക്ക് കൂട്ടിച്ച്. അതിൻ്റെ ബില്ല് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ബില്ല് അത് അല്ല, പിന്നെ വേറെ അത് തൊട്ട് മേലത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 4,900 രൂപ പറഞ്ഞത് അവിടെ 7,000 സംതിങ് പൈസയായി. എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ വിലയെല്ലാം അന്വേഷിക്കാൻ പോയി. അല്ലാതെ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. അത്രയും പൈസ നമുക്ക് മറിക്കേണ്ടി വന്നു. ആ ഒരു വിഷമവും പിന്നെ ഇപ്പം അവിടെ കിടക്കുന്ന രോഗികൾ അത്രയും ഞങ്ങൾക്ക് ആഹാരത്തിന് പിന്നെ ഉച്ചയ്ക്ക് ആഹാരത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി DYFI കൊടുക്കുന്ന ആഹാരം ക്യൂവിൽ നിന്ന് മേടിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഞാനാണ് അവിടെ നിന്നത്, എൻ്റെ സഹോദരി ഞാനിവിടെ നിന്ന്. അപ്പോൾ എന്തായാലും അമ്മ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ. ഇത് ചെല്ലമ്മയുടെയും ബാബുവിൻ്റെയും മാത്രമല്ല, നിരവധിയായ ആൾക്കാരുടെ പ്രശ്നമാണ് എന്നുകൂടിയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ സർക്കാർ മെഡിക്കൽ കോളേജുകളെല്ലാം ഇത്തരത്തിലാണ് എന്നുള്ളതല്ല ഈ വാർത്തയിലൂടെ ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കൂടി, ഇത്തരം അനാസ്ഥകൾ കൂടി, ഇത്തരം തെറ്റുകൾ കൂടി ഈ മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു തിരുത്തലുകളാണ് ഉണ്ടാകേണ്ടത്. ഇവർക്ക് കൂലിപ്പണിക്കാരനായ ബാബുവിന് 85,000 രൂപയാണ് അമ്മയുമായി ആശുപത്രിയിൽ പോയപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാകേണ്ടി വന്നത്. സർക്കാർ ആശുപത്രി, ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനെ സമീപിച്ചതുപോലും വിദഗ്ധ ചികിത്സയ്ക്കും സഹായവും അടക്കം ലഭിക്കാനാണ്. പക്ഷേ അവിടെ ചെന്നുമ്പോഴും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിക്കേണ്ട അവസ്ഥ ബാബുവിനടക്കം ഉണ്ടാവുകയും ചെയ്തു. നിരവധിയായ അനുഭവങ്ങൾ തൻ്റെ മുമ്പിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ബാബു തന്നെ ഇവിടെ പറയുകയും ചെയ്യുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24.